Listen. Rotation. Rotation. എന്താണ് ഭ്രമണം? Rotation is the spinning of the earth on imaginary axis. So the imaginary axis. Rotation is the spinning of the earth on imaginary axis. The earth takes 24 hours to complete one rotation. The earth takes 24 hours to complete one rotation. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 24 മണിക്കൂർ സമയം വേണം. വാട്ട് ഈസ് ലോക്കൽ ടൈം? എന്താണ് പ്രാദേശിക സമയം? In the ancient period, time was calculated based on the apex position of the sun. In the ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. In the ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം ആണ് the apex position, ഉച്ചസ്ഥാനം. സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ, ഷാഡോ, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. When the sun is vertically overhead, സൂര്യൻ തലക്ക് നേർ മുകളിലായി എത്തുന്നത് നമുക്കറിയാം. It is noon. When the sun is vertically overhead, it is noon. അതായത് സൂര്യൻ തലക്ക് മുകളിലായി എത്തുന്നത് ഉച്ചക്ക് 12 മണിയാണെന്ന് കണക്കാക്കുന്നു. Thus the time estimated at each places based on the position of the sun. Thus the time estimated at each places based on the position of the sun is termed as the local time. Thus the time estimated at each place. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി thus the time estimated at each place based on the position of the sun is termed as local time. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ റിപ്പീറ്റ് പറയാം. What is local time? എന്താണ് പ്രാദേശിക സമയം? In the ancient period, time was calculated based on the apex position of the sun and the length of the shadow cast by it. ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം, അപ്പെക്സ് പൊസിഷൻ, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ, ഷാഡോ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. When the sun is vertically overhead, it is noon. സൂര്യൻ തലക്ക് മുകളിലായി എത്തുന്നത് കൊണ്ട് സമയം ഉച്ചക്ക് 12 മണി എന്ന് കണക്കാക്കുന്നു. Thus, the time estimated at each place based on the position of the sun is termed as the local time. Is the local time in all the Indian states the same? Is the local time in all the Indian states the same? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ പ്രാദേശിക സമയം ആയിരിക്കുമോ? No. Listen. അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്. അരുണാചൽ പ്രദേശ് ഈസ്റ്റ്, അരുണാചൽ പ്രദേശ് കിഴക്കു ഭാഗത്തുള്ളതാണ്.
ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ രണ്ട് സ്റ്റേറ്റും തമ്മിൽ നല്ല അകല വ്യത്യാസമുണ്ട്. സൂര്യൻ ആദ്യം എത്തുന്ന സ്ഥലം അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ. ഏറ്റവും ഒടുവിലെത്തുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ പ്രദേശസമയം ആയിരിക്കില്ല. ആൻസർ നോ. നെക്സ്റ്റ്, what will be the hardship if there are several local times in a country? What will be the hardship if there are several local times in a country? ഒരു രാജ്യത്ത് നിരവധി പ്രാദേശിക സമയങ്ങളുണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരിക്കും? What will be the hardships if there are several local times in a country? ഒരു രാജ്യത്ത് നിരവധി പ്രാദേശിക സമയങ്ങളുണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരിക്കും? Cannot prepare a railway timetable applicable throughout the country. Cannot prepare a railway timetable applicable throughout the country. രാജ്യത്ത് ഉടനീളം ബാധകമാകുന്ന തീവണ്ടി സമയക്രമം തയ്യാറാക്കാൻ നമുക്ക് കഴിയില്ല. And cannot give announcements about radio programs. Cannot give announcement about radio programs. റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല. Cannot prepare a railway timetable applicable throughout the country. രാജ്യത്തുടനീളം ബാധകമാകുന്ന തീവണ്ടി സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല. Cannot give announcements about radio programs. റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാനും കഴിയില്ല. Later on, the calculation of time became more scientific and accurate. Let's go into the details of time calculation. പിൽക്കാലത്ത് സമയനിർണ്ണയം കൂടുതൽ സയന്റിഫിക്, ശാസ്ത്രീയവും അക്യുറേറ്റ്, കൃത്യവുമായി. Let us go into the details of time calculation. സമയനിർണ്ണയത്തിന് പിന്നിലെ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. You know that the earth rotates on its axis while it revolves. You know that the earth rotates on its axis while it revolves. And you have also learned that day and night occur due to the rotation. You have also learned that day and night occur due to rotation. കുട്ടിക്കാലത്തെ നമ്മൾ പഠിച്ചതാണ്, ഭ്രമണഫലമായാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. Some of the facts associated with rotation. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം. The earth rotates from west to east. It takes 24 hours to complete one rotation. As the earth rotates from west to east, the sun rises in the east. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും. Listen. The earth rotates from west to east. It takes 24 hours to complete one rotation. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയമെടുക്കുന്നു. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയമെടുക്കുന്നു. As the earth rotates from west to east, the sun rises in the east. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ the sun rises in the east. സൂര്യോദയം കിഴക്കു നിന്നായിരിക്കും. സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് കിഴക്കായിരിക്കും, ഏറ്റവും അവസാനം പതിക്കുന്നത് എവിടെയായിരിക്കും? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. Listen one interesting question. The people of which Indian state can see the sunrise first? The people of which Indian state can see the sunrise first?
ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്നത് ഏത് സംസ്ഥാനത്തുള്ളവരായിരിക്കും? The earth rotates from west to east. The sun rises in the east. So answer ഉത്തരം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യം തന്നെ സൂര്യപ്രകാശം എത്തുന്നത്, അല്ലെങ്കിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. Listen, the angular distance of the earth is 360 degree. 360 ഡിഗ്രിയാണ്. 360 degree. 360 degree. We will get 360 degree longitudes if we draw one longitude each for each degree of angular distance. ഞാൻ പറയുന്നത് ഓരോ ഡിഗ്രി കോണളവിലും ഓരോ ഡിഗ്രി കോണളവിലും സൺ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. One degree distance, 1 degree. Total 360 longitudes. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. We will get 360 degree longitudes if we draw one longitude each for each degree of angular distance. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ draw one longitude each for each degree of angular distance. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ നമുക്ക് ലഭിക്കും. ഇതുപോലത്തെ 360 രേഖാംശ രേഖകൾ നമുക്ക് ലഭിക്കും. The time required to complete 360 degree rotation. ഇങ്ങനെയുള്ള 360 ഡിഗ്രി ഭൂമിക്ക് ഒരു പ്രാവശ്യം കറങ്ങാൻ വേണ്ട സമയം, 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് 24 മണിക്കൂർ. On converting 24 hours into minutes, 360 degree rotation is 24 hours. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. On converting 24 hours into minutes, 24 into 60 equal to 1440 minutes. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 24 ഗുണിക്കണം 60 സമം 1440 മിനിറ്റ്. That is the time required for the completion of one rotation equal to 1440 minutes. അതായത് 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 മിനിറ്റ് ആണ്. That is the time required for the completion of one rotation 1440 minutes. അതായത് 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 മിനിറ്റ് ആണ്. The time required for the earth to complete the rotation of 1 degree. The time required for the earth to complete the rotation of 1 degree. The time required for the earth to complete the rotation of 1 degree. Longitude is
1440 minutes divided by 360 equal to 4 minutes. The time required for the rotation of 15-degree longitudinal area is, അതായത് 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഭൂമി എടുക്കുന്ന സമയവ്യത്യാസം 1 മണിക്കൂറാണ്. The time required for the rotation of 15-degree longitudinal area is 15 into 4 equal to 60 minutes. 60 minutes, 1 hour. The other words, 15-degree longitudinal area of the earth passes by the sun within a period of 1 hour. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. Listen. In other words, 15-degree longitudinal area of the earth passes by the sun within a period of 1 hour. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. Why is there an eastward increase and westward decrease in time? Listen, one interesting question. Why is there an eastward increase and westward decrease in time? കിഴക്കോട്ട് സമയ കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണിത്? നേരത്തെ പഠിച്ചു. As the earth rotates from west to east, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. As the earth rotates from west to east, time advances towards the east and recedes towards the west. The time advances towards the east and recedes towards the west. Listen, definite longitude, 0 degree longitude and the 1 degree east and 1 degree west. പറഞ്ഞു നമ്മൾ കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറയും ചെയ്യുന്നു. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയ കുറവ് രേഖപ്പെടുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും. From a definite longitude, the time is estimated to increase by 4 minutes towards the east and decrease by 4 minutes towards the west for every degree of longitude. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്ന് കിഴക്കോട്ട് 1 ഡിഗ്രിയിലേക്ക് 4 മിനിറ്റ് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് 1 ഡിഗ്രി വെച്ച് 4 മിനിറ്റ് സമയം കുറയുകയും ചെയ്യുന്നു. One example, 12 noon in the 0 degrees at definite longitude. 0 ഡിഗ്രിയിൽ സമയം 12 noon, ഉച്ച 12 noon-ആണ്. 0 ഡിഗ്രിയിൽ നിന്നും 1 ഡിഗ്രിയിലേക്ക് 0 ഡിഗ്രിയിൽ നിന്നും 1 ഡിഗ്രി ഈസ്റ്റ് കിഴക്കോട്ടേക്ക് സമയം 12 പ്ലസ് 4 മിനിറ്റ്സ്. ഇവിടത്തേക്ക് എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റ് ആണ് 1 ഡിഗ്രിക്കുള്ള സമയത്തിൻ്റെ വ്യത്യാസം. 4 മിനിറ്റ് കിഴക്കോട്ട് കൂടുന്നു. 0 നിന്ന് ഇവിടത്തേക്കുമ്പോൾ 1 ഡിഗ്രി എത്തുമ്പോൾ 4 മിനിറ്റ് ആണ്. ഇപ്പോൾ സമയം 12 എന്നും 1 ഡിഗ്രി മുന്നോട്ട് കിഴക്കോട്ട് പോകുമ്പോൾ സമയം 12:04 PM. 12:04 PM നൂണാണ്. നൂണിന് ശേഷം ഉച്ചക്ക് നമ്മൾ 12:04 PM എന്ന് പറയും. അതേസമയം
ഈ ഡെഫിനറ്റ് ലോഞ്ചിറ്റ്യൂഡ്, ഈ നിശ്ചിത രേഖാംശത്തു നിന്നും വെസ്റ്റിൽ 1 ഡിഗ്രി പടിഞ്ഞാറോട്ടേക്ക്, ഈ നിശ്ചിത രേഖാംശത്തു നിന്നും 1 ഡിഗ്രി പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കുറയുന്നു. 4 ഡിഗ്രി എന്താകുന്നു? ഡിക്രീസ് ആവുന്നു. അതായത് 4 മിനിറ്റ് കുറയുന്നു. ഓരോ ഡിഗ്രിക്കും പടിഞ്ഞാറോട്ടേക്ക് 4 മിനിറ്റ് കുറയുന്നു എന്ന് പറയുമ്പോൾ 12 മണിയിൽ നിന്നും കുറയുമ്പോൾ 4 മിനിറ്റ് കുറയുമ്പോൾ 11:56 AM, 11:56 AM. After watching this video, you have to read the textbook. Then you will get a clear and wide idea about the given topic. ഈ ഭാഗം കണ്ടതിനു ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് തീർച്ചയായും നല്ല വ്യക്തതയുണ്ടാകും. ഐ ഹോപ്പ് ദാറ്റ് വി വിൽ മീറ്റ് ടുമാറോ. നാളെ കാണുന്നതുവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. ആൻഡ് ഷെയർ ദ വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിനു ശേഷം മറ്റു കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക.